ദിവസവും തെറ്റാതെ വരുന്ന ഒരു വാർത്തയുണ്ട്, പേപ്പറിലായാലും ശരി മാധ്യമങ്ങളിലായാലും ശരി. അത് എന്തിനെ കുറിച്ചാണെന്ന് അറിയോ? ഗാസയെ പറ്റിയിട്ടാണ്, അവിടുത്തെ മരണങ്ങളെ പറ്റിയിട്ടാണ്. ഓരോ ദിവസവും സംഖ്യകൾ ഇങ്ങനെ കൂടി വരുന്നുണ്ട്. പട്ടിണി കാരണം കുട്ടികൾക്ക് ആഹാരം കിട്ടുന്നില്ല, അവര് മാൽനറിഷ്ഡ് ആയിട്ട് മരിക്കുന്ന ഓരോ വാർത്തകളും അതിൻ്റെ ഫോട്ടോഗ്രാഫ്സും നമ്മൾ കാണുന്നുണ്ട്. വളരെ ദയനീയമാണ്. ഇന്നലെ കണ്ട ഒരു ഫോട്ടോയിൽ ഒരു അമ്മ കുഞ്ഞിനെയും പിടിച്ചിട്ട് നിൽക്കുകയാണ്. ആ കുഞ്ഞിന് തോലും എല്ലും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കാണാനില്ല. മാൽനറിഷ്ഡ്. എങ്ങോട്ടാണ് ഈ ഗാസ പോകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ജനങ്ങൾ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടെന്ന് ഇന്റർനാഷണലി ഓരോരുത്തരും സങ്കടപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു വാർത്ത ഞാൻ നിങ്ങളോട് കൂടെ ഷെയർ ചെയ്തോട്ടെ. 1993 പുലിറ്റ്സർ പ്രൈസ് കിട്ടിയ ഒരു ഫോട്ടോഗ്രാഫ് ഉണ്ട്. UN വേണ്ടിയിട്ട് കെവിൻ കാർട്ടർ എടുത്ത ഒരു ഫോട്ടോഗ്രാഫാണ്. അത് പബ്ലിഷ് ചെയ്തത് ദ ന്യൂയോർക്ക് ടൈംസിലാണ്. അതിൻ്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ ആ ഫോട്ടോഗ്രാഫിന്റെ പേര് ദ വൾച്ചർ ആൻഡ് ദ ലിറ്റിൽ ഗേൾ, അല്ലെങ്കിൽ ദ സ്ട്രഗ്ലിംഗ് ഗേൾ എന്നാണ്. അപ്പോൾ ആ ഫോട്ടോ എടുക്കുന്ന സമയത്ത് കാർട്ടർ വിചാരിച്ചിരുന്നു ആ കുട്ടി ഒരു ഗേൾ ആയിരുന്നു, പക്ഷെ ലേറ്റർ അത് ഒരു ആൺകുട്ടിയുടെ ഫോട്ടോ ആയിരുന്നു, ആ കുട്ടിയുടെ അച്ഛൻ സംബന്ധിച്ചതാണ്. അങ്ങനെ അത് തിരുത്തി പറഞ്ഞു. പക്ഷെ അത് കാണാൻ കെവിൻ കാർട്ടർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. 1993 അവാർഡ് വാങ്ങി 4-ാം മാസം കാർട്ടർ സൂയിസൈഡ് ചെയ്തു. ബിക്കോസ് അയാൾക്കത് കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല. ഈ ഫോട്ടോഗ്രാഫിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, ഒരു കുഞ്ഞു കുട്ടി ഇങ്ങനെ കമന്ന് തല ഇങ്ങനെ കുനിച്ചു വെച്ചിട്ട് ഇരിക്കുകയാണ്, നിലം തട്ടി ഇരിക്കുകയാണ്. പുറകെ ഒരു വൾച്ചർ അത് നോക്കിയിരിക്കുകയാണ്. എപ്പോൾ ഈ കുട്ടി മരിക്കും, എനിക്ക് തിന്നണം. അതാണ് അവസ്ഥ അവിടുത്തെ. അത് എവിടത്തെ ആയിരുന്നു? സുഡാൻ. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഈ ഫോട്ടോഗ്രാഫ്സ് ഒന്നും, അല്ലെങ്കിൽ ഈ വാർത്തകൾ, ആ ഫോട്ടോഗ്രാഫ്സ് were not allowed. ഇങ്ങനത്തെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ്സ് എടുക്കാൻ സമ്മതിക്കില്ലായിരുന്നു. പക്ഷെ ഇത് ലോകത്തെ അറിയിക്കണമല്ലോ, ജനങ്ങളെ അറിയിക്കണമല്ലോ. അപ്പൊ പണ്ട് വിഷ്വൽ മീഡിയ ഇല്ല, പ്രിന്റ് മീഡിയ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് കാരണം UN സമ്മതത്തോടു കൂടിയാണ് ഈ ഫോട്ടോഗ്രാഫേഴ്സ് അവിടെ പോകുന്നത്. ഈ ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഫ്രണ്ടിനോട് പറയാണ്, എനിക്ക് ഈ കുഞ്ഞുങ്ങളെ കണ്ടിട്ട് എൻ്റെ മോളെ ഓർമ്മ വരുന്നു, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഈ ഫോട്ടോ എടുത്തതിന്റെ ട്രോമയില് അദ്ദേഹം ആത്മഹത്യ ചെയ്യാണ്. മനസ്സിലായോ? ഈ ഫോട്ടോന്റെ മാത്രമല്ല, ഇതിന്റെ ചരിത്രം, അവിടെ കണ്ട കാഴ്ചകൾ അത്രയും ഗംഭീരം. ഇപ്പൊ ഞാനിതെല്ലാം പറഞ്ഞു വരുന്ന അർത്ഥം എന്ന് വെച്ചാൽ, ഗാസ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇസ്രയേലാണ് അതിന്റെ കാരണക്കാരനാണ് ലോകം മുഴുവനും പറയുന്നത്. കാരണം 75% ഓഫ് ഗാസ ഈസ് അണ്ടർ ഇസ്രയേൽ. ഇനി ബാക്കിയുള്ള 25% കൂടി പിടിച്ചടക്കും എന്നാണ് നെതന്യാഹു പറയുന്നത്. അതിന് പല ഇന്റർനാഷണൽ പല രാജ്യങ്ങളും അതിനെ എതിർക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അതും കൂടി കയ്യിലാക്കും എന്നാണ് നെതന്യാഹു പറയുന്നത്. അതിനൊരു ചരിത്രമുണ്ട്. ചരിത്രം എന്ന് പറഞ്ഞാൽ, ഈ ഗാസ എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, 1948 അത് പലസ്തീനിയൻ സ്ഥലത്തേക്ക് അതിന്റെ കൂടെ യോജിച്ച ഒരു സ്ട്രിപ്പാണ് ഗാസ സ്ട്രിപ്പ്. അത് കഴിഞ്ഞ് 1967 ദ 6 Day വാറിൽ അത് ഇസ്രയേലിന്റെ ഭാഗമായി. അത് കഴിഞ്ഞിട്ട് അവരുടെ ടെറിട്ടറി ആയിട്ട് അത് പോയി. പിന്നെ അത് 1993 അതിനെ പാലസ്തീനിയൻ നാഷണൽ അതോറിറ്റിക്ക് അവർ കൈമാറി. അതാണ് അതിന്റെ ചരിത്രം. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, പാലസ്തീനിയൻ, നമുക്കറിയാം, കുറച്ചു നാൾ മുന്നേ ഇസ്രയേലിനെ ആദ്യം അവർ പ്രൊവോക്ക് ചെയ്തു. അവർ നല്ലോണം വാർ ഉണ്ടായി, ഹമാസ് ഇടപെട്ടു, ഭയങ്കര പ്രശ്നമായി. ഇസ്രയേലിന് നല്ല കണക്കിന് നല്ലൊരു ഉഗ്രം വാറാണ് ഇസ്രയേൽ ആൻഡ് പലസ്തീൻ തമ്മിൽ നടക്കുന്നത്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നെതന്യാഹു പറയണത് എന്താണെന്ന് വെച്ചാൽ, ഹമാസ് ആണ് ഉത്തരവാദി. ഹമാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിം ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണ്. അപ്പൊ അവരെ ഇല്ലാതാക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് നെതന്യാഹു പറയുന്നത്. അപ്പൊ അവരെ ഇല്ലാതാക്കിയാൽ മാത്രമേ ഗാസക്കാർക്ക് വരയ്ക്കും മുക്തി കിട്ടുകയുള്ളൂ. പലസ്തീനിന്റെ കാര്യം ഒന്നും പറയുന്നില്ല. അപ്പോ നെതന്യാഹു പറയുന്നത് വെച്ചാൽ, ഞാനത് മുഴുവനായിട്ട് പിടിച്ചടക്കും, പക്ഷേ ഇത് ഞാൻ ഇസ്രയേലിന്റെ കൂടെ ചേർക്കില്ല. അത് കൊടുക്കും. ആർക്ക് കൊടുക്കും? അടുത്ത് ഞങ്ങളുമായിട്ട്, ഇസ്രയേലുമായിട്ട് ഫ്രണ്ട്ലി ടേംസിലുള്ള അറബ് നേഷൻസിന് കൊടുക്കും. അവര് ജോർദനെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. എന്തായാലും അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ നെതന്യാഹുവിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗാസേനെ അറബ് നേഷൻസിന് കൊടുക്കുക എന്നുള്ളതാണല്ലോ, ആ ഹമാസിനെ ടോട്ടലി ഡിസാം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വേറൊരു സംഭവം, ഇങ്ങനെ അദ്ദേഹം ഒരു നിലപാടെടുത്ത സമയത്ത്
ലോകരാഷ്ട്രങ്ങൾ വേറെ എല്ലാവരും എതിർത്തു ചെയ്യരുത്, അത് ശരിയല്ല, ഗാസയുടെ അവസ്ഥ നോക്കൂ, നിങ്ങളുടെ ഭരണത്തിലാണ് 75% ആൾക്കാർ അവിടെ, പക്ഷെ അവിടുത്തെ പട്ടിണി കണ്ടോ, അവിടുത്തെ ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ? അപ്പൊ ആർക്കായാലും അതൊരു വലിയൊരു സങ്കടമാണ്, നിങ്ങൾ അത് ചെയ്യണ്ടേ? അപ്പോ നമ്മുടെ ഇസ്രയേലിന്റെ സൈനിക മേധാവി വരയ്ക്കും നെതന്യാഹുവിനോട് പറയുന്നു ചെയ്യരുത്, കാരണം നമ്മുടെ ആൾക്കാർ ഇപ്പോഴും അവിടെ ഉണ്ട്, ബന്ദികളാണ് ഗാസയില്, നിങ്ങൾ അതുകൊണ്ട് ചെയ്യരുത്. ബാക്കി ഇപ്പൊ കുറച്ചുപേരെ കൊന്നു ഇല്ലേ, കുറച്ചുപേരെ കൊന്നു. ഇപ്പം ഹമാസ് ഒരു വീഡിയോ പുറത്തുവിട്ടു. ഞാൻ ഈ ഫോട്ടോഗ്രാഫ് പറഞ്ഞ സമയത്ത് ഞാൻ അത് പറയണമെന്ന് ഉദ്ദേശിച്ചതാണ്. ഒരു വീഡിയോ അവര് പുറത്തുവിട്ടു. അവര് വെച്ചിരിക്കുന്ന ഒരു ബന്ദികളിൽ ഒരാളെ, അയാൾ എല്ലും തോലുമായിട്ട് ഒരു ടണലിന്റെ ഉള്ളിൽ ഇരിക്കുകയാണ്, അയാളുടെ തന്നെ ശവക്കുഴി തോണ്ടുകയാണ്. അങ്ങനെ ഒരു വീഡിയോ പുറത്തിറക്കി. ആർക്ക് കണ്ടു നിൽക്കാൻ പറ്റും ആ വീഡിയോ? അവർ പുറത്തിറക്കി. അതിന്റെ ആ ഒരു ദേഷ്യമാണ് നെതന്യാഹുവിന് ഇത്രയുള്ളത്. ഞങ്ങളുടെ ബന്ദികളെ മര്യാദയ്ക്ക് വെക്കണ്ടേ? നമുക്കൊരു ടേംസ് നമ്മൾ സംസാരിക്കും, പീസ് ടേംസ് സംസാരിക്കാൻ ഞാൻ റെഡിയാണ്, പക്ഷെ നിങ്ങൾ റെഡിയല്ല. ഞങ്ങളുടെ ആൾക്കാരെ നിങ്ങൾ എങ്ങനെ ഉപദ്രവിച്ച് കൊല്ലുകയാണ്? അപ്പൊ ഞങ്ങൾ നിങ്ങളെ കൊല്ലുകയല്ല, ഞങ്ങൾ ഗാസയിലെ ആൾക്കാരെ പട്ടിണിക്കിട്ട് കൊല്ലുകയാണ്, അങ്ങനെ ഒന്നും നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളുടെ ആൾക്കാരെ മോചിപ്പിക്കണം, നിങ്ങൾ ഞങ്ങളുടെ ആൾക്കാരെ ഞങ്ങൾ ഈ വാർ ഇപ്പം നിർത്താം എന്നൊരു നിലപാടുണ്ട് അയാൾക്ക്. പക്ഷെ എന്നാലും ഇത് അവസാനിക്കണമെങ്കിൽ ഹമാസിനെ തുടച്ചു നീക്കുക, അതാണ് അയാളുടെ അജണ്ട എന്നുള്ളതാണ്. പിന്നെ അപ്പൊ ഈ മിലിറ്ററി അഡ്വൈസേഴ്സ് പറഞ്ഞിട്ട് പോലും ഇല്ല, ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ ബാക്കി നേഷൻസ് നിൽക്കണമെങ്കിലും ട്രംപ് ആദ്യം ശരിയാണ്, നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്, ഈ വാർ നിർത്തിയേ പറ്റൂ, പീസിന് വേണ്ടി ഇതൊക്കെ ശരിയാണ് എന്നൊക്കെ പറഞ്ഞ ട്രംപ് പിന്നെ ഈ ഗാസ സ്ട്രിപ്പിനെ പറ്റി പറഞ്ഞപ്പോ മൗനം പാലിക്കുകയാണ് ഉണ്ടായത്. എന്തുകൊണ്ടാണ് എന്നറിയില്ല. ഇസ്രയേലുമായിട്ട് നല്ല ബന്ധമാണ് US-നുള്ളത്, അത് അങ്ങനെ തുടർന്ന് പോകുന്നുണ്ട്. ഇനി ഇതിന് വേറൊരു ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെതന്യാഹു ഇനി ഇന്ത്യ സന്ദർശിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ അത് കേൾക്കുന്നുണ്ട്. അത് ഉറപ്പായിട്ട് ഏകദേശം, കാരണം ഇസ്രയേൽ ഇന്ത്യ ബന്ധം അത്ര മോശമല്ല, നല്ല ബന്ധം തന്നെയാണ്, അത് കാരണം വരുന്നുണ്ട്. പക്ഷെ എന്തിനുള്ള പുറപ്പാടിലാണ്, എന്ത് പറയാനായിരിക്കും എന്നൊരു വലിയൊരു ക്വസ്റ്റ്യൻ ഇവിടെ വരുന്നുണ്ട്. 2-3 കാര്യം നമുക്ക് ആലോചിച്ച് നോക്കാം. ഇസ്രയേലിന് ഇപ്പോ ഇസ്രയേൽ ഫോം ആയ സമയത്ത് ബാക്കി കുറേ രാജ്യങ്ങൾ അവർക്കെതിരായിരുന്നു, അവർ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു. വാർ ഉണ്ടായിരുന്ന സമയത്ത് US ഒറ്റൊരു രാജ്യം മാത്രമായിരുന്നു ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്ത് നിന്നത് ആദ്യം തൊട്ട്, എക്സെപ്റ്റ് ഫോർ ബൈഡന്റെ സമയത്ത്. ബൈഡൻ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ബൈഡൻ അവരുടെ കൂടെ നിന്നില്ല എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി എല്ലാവരും US ഓൾവേസ് സപ്പോർട്ടഡ് ഇസ്രയേൽ. അപ്പോൾ അത് ഒരു കാര്യം, ഒരു വശത്ത്. അപ്പോൾ ഒരു സംശയം, നെതന്യാഹു നരേന്ദ്രമോദിനോട് പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ US-ആയിട്ട് നല്ല ടേംസിൽ പോകണം, ഈ താരിഫിന്റെ യുദ്ധമൊക്കെ ഒന്ന് അവസാനിപ്പിക്കണം എന്നൊക്കെ പറയണം എന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് പറയാൻ വേണ്ടിയിട്ടാണോ വരുന്നത്, US-ന്റെ ഒരു ദൂതനായിട്ടാണോ വരുന്നത് എന്നൊരു സംശയം. അതോ ഈ ചാരനായിട്ടാണോ, ഇവിടെ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ട്രംപിനോട് പറയാനാണോ? അത് അങ്ങനെ വരുന്നു തോന്നുന്നില്ല. എന്നാലും US-ആയിട്ട് നല്ലൊരു ടേം ഉള്ളതുകൊണ്ട് നമുക്ക് ആ സംശയം വരുന്നത്. പക്ഷെ നെതന്യാഹു ഇന്ത്യയുമായിട്ട് നല്ലൊരു ടേംസിലാണ് വന്നിട്ട്, നിങ്ങൾ നമുക്ക് ആ പീസിൽ അങ്ങ് പോവാം, വെറുതെ എന്തിനാണ് US-ആയിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ, നമ്മളത് പോട്ടെ, ട്രംപുമായിട്ട് നമുക്ക് അങ്ങനെ നിൽക്കണ്ട എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണോ വരുന്നതെന്ന് അറിയില്ല. പക്ഷെ അപ്പോ മോദി എന്ത് സ്റ്റാൻഡ് എടുക്കും? മോദി നോക്കും, നമ്മൾ നല്ല ടേംസിലല്ലേ, നിങ്ങൾ അതിനെക്കുറിച്ച് ഇടപെടാതിരിക്കൂ, നിങ്ങളിപ്പോ ഞങ്ങൾ വലിയതായിട്ട് ഇടപെടുന്നില്ലല്ലോ, നിങ്ങളുടെ ഹമാസ് പോലെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്, ഞങ്ങൾ പീസിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്, ഏറ്റവും പീസ് ആഗ്രഹിക്കുന്ന രാഷ്ട്രം ഇന്ത്യയാണ്, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കാം, പക്ഷെ US-ന്റെ കാര്യം വെച്ച് നിങ്ങൾ ഞങ്ങളോട് സംസാരിക്കാൻ വരരുത്, അങ്ങനെ പറയുമായിരിക്കും. എന്തായാലും ശരി, വേറൊരു സംഭവം ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ, ഇന്ത്യ ഇപ്പൊ പോകാൻ പോകുന്നത് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ SCO-ലേക്ക് ജോയിൻ ചെയ്യുമോ എന്നുള്ളത് വലിയ ഉറപ്പൊന്നുമില്ല. ഷി ജിൻപിങ്ങിനെ കാണാൻ പോകുന്നുണ്ട്, 30-ാം തീയതി പോകുന്നുണ്ട്. അപ്പൊ അതിന് മുമ്പായിട്ട് നെതന്യാഹു അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയ ട്വിസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ വന്നിട്ട് ഈ സ്പൈ എന്ന് ഞാൻ ഉദ്ദേശിക്കാൻ കാരണം എന്ന് വെച്ചാൽ, പുള്ളി ഇവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് നമ്മൾ പോവോ, ചൈനയുമായിട്ട് കൂട്ടുകൂടുവോ, എങ്കിൽ അതൊന്ന് പതുക്കെ ഒന്ന് ട്രംപിനോട് പറഞ്ഞു കൊടുക്കുവോ, അതൊന്നും എനിക്കറിയില്ല. അങ്ങനെയൊക്കെ ഉദ്ദേശം ഉണ്ടോന്ന് അറിയില്ല. എന്തായാലും അവിടെ ട്രംപ് എന്നൊരു ചെറിയ പേടിയുണ്ട്, അല്ലെങ്കിൽ ഇസ്രയേലിന് പേടിക്കാൻ വഴിയില്ല. എന്താണ്, റഷ്യയായിട്ട് ഇനി റഷ്യയായിട്ട് കൂട്ടുണ്ട്, നമ്മൾ ഓയിൽ കച്ചവടം നിർത്തില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ റഷ്യ ഇവിടെ വരാനും ചൈനയുടെ കൂടെ കൂടാനും SCO സ്ട്രോങ് ആക്കാനും ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ എങ്ങോട്ട് മുമ്പോട്ട് പോകുന്നുണ്ടോ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ നെതന്യാഹു 30-ാം തീയതിക്ക് മുമ്പേ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇതെല്ലാം ഒരു വലിയൊരു ഫാക്ടർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെയായാലും ശരി, ഇന്ത്യ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇസ്രയേലിന്റെ ഒരുപാട് ആംസ് യൂസ് ചെയ്തിട്ടുണ്ട്, വെപ്പൺസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ആയതുകൊണ്ട് ഇസ്രയേലിനെ തള്ളി പറയാൻ ഇന്ത്യക്ക് പറ്റില്ല. അപ്പോ ഈ പീസ് സംസാരിക്കും, അല്ലെങ്കിൽ US-ന്റെ കൂടെ ഇസ്രയേലിൽ നിന്ന് ഇന്ത്യക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ, ഇതെല്ലാം നമുക്ക് നെതന്യാഹു വന്ന് മോദിയോട് സംസാരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ വിശദമായിട്ട് അറിയാൻ കഴിയും.